ഹലോ എവരി വൺ. ക്ലാസ് +2 പഠിക്കുന്ന ഒരു കുട്ടീൻ്റെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കേസ് സ്റ്റഡിയാണ്. അതായത് 10ാം ക്ലാസ്സിൽ എല്ലാം ടോപ്പറായിട്ടുള്ളൊരു കുട്ടി +1 ഒപ്പം +2 കയറുമ്പോഴത്തേക്ക് എൻജിനീയറിങ്ങിന് വേണ്ടിയിട്ടുള്ള കോച്ചിങ് സൈമിൾട്ടേനിയസ് ആയിട്ട് കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തോ കാര്യങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടായി വരാൻ തുടങ്ങി. അപ്പോൾ ആ സമയത്ത് ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത സാറ്റിൻ്റെ സ്കോറാണ് നിങ്ങളുടെ ഫ്രണ്ടിലുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ജനറൽ ആപ്റ്റിറ്റ്യൂഡിൽ ഈ കുട്ടി എൻജിനീയറിംഗ് എന്നുള്ളൊരു ചോയ്സ് ആണോ എന്നുള്ളൊരു ചോദ്യത്തിന് നോക്കുമ്പോൾ ഈ കുട്ടീൻ്റെ അബ്സ്ട്രാക്ട് റീസണിങ് സ്ട്രോങ് ആണ്, ഈ കുട്ടീൻ്റെ ന്യൂമറിക്കൽ റീസണിങ് സ്ട്രോങ് ആണ്. ദെൻ വളരെ എസെൻഷ്യൽ ആയിട്ട് സാറ്റിൻ്റെ ഡാറ്റ പറയുന്ന മെക്കാനിക്കൽ റീസണിങ് നെഗറ്റീവാണ്. അതായത് എൻജിനീയറിങ്ങിൻ്റെ ഒരു ചോയ്സിൽ ഒരു പാർട്ട് ഏറ്റവും നെഗറ്റീവാണ്. അതാണ് ഈ കുട്ടിയുടെ വൺ ഓഫ് ദ നെഗറ്റീവ് ആയിട്ടുള്ളൊരു പാർട്ട്. പക്ഷെ എന്നാൽ പോലും മെക്കാനിക്കൽ റീസണിങ് ഒഴിവാക്കിയാലും അബ്സ്ട്രാക്ട് റീസണിങ് ന്യൂമറിക്കൽ റീസണിങ് സ്ട്രോങ് ആണ്. അപ്പോൾ നമുക്ക് എവിടെയാണ് പ്രശ്നങ്ങൾ എന്നുള്ളൊരു കാര്യം നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത നമ്മൾ നോളജ് ടെസ്റ്റിലേക്ക് പോവുകയാണ്. അതായത് എന്താണ് നോളജിലാണോ പ്രശ്നം വന്നിരിക്കുന്നത് എന്നൊരു കാര്യം. അതിൻ്റെ ഒരു അനാലിസിസിൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഈ കുട്ടിയുടെ നോളജ് ടെസ്റ്റിലെ ക്ലാസ് വൈസ് ആയിട്ടുള്ളൊരു പ്രോഗ്രഷനിൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഇപ്പം മാത്തമാറ്റിക്സ് എടുക്കുക. മാത്തമാറ്റിക്സ് ക്ലാസ് 6 ഹൈ പെർഫോമൻസ് 7 കുറഞ്ഞു, 8 അത് നെഗറ്റീവായി, 9 വീണ്ടും കുറഞ്ഞു, 10 അത് ഭയങ്കര ഇൻറ്റൻസീവായി. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് മാത്തമാറ്റിക്സ് ഈ കുട്ടിയുടെ സ്ട്രെങ്ത് 6ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ ഇങ്ങനെ ഡിക്ലൈനായി. +1 +2 ഫേസ് ചെയ്യുന്ന ട്രബിളും ചലഞ്ചും ഈ ക്യുമുലേറ്റീവ് ആയിട്ടുള്ളൊരു ഡെഫിഷ്യറ്റാണ്. അറ്റ് ദ സെയിം ടൈം സയൻസ് നമുക്ക് കാണുമ്പോൾ അറിയാം 6ലും 7ലും സെയിം രീതിയിലുള്ള പെർഫോമൻസ് ആയിരുന്നു. 8 അത് കുറഞ്ഞു, 9 അത് ഭയങ്കരമായിട്ട് ഡിക്ലൈൻ ചെയ്തു, അത് ഏറ്റവും സീവിയറായിട്ട് ഡിക്ലൈനായി. 10 അത് കുറേ റിക്കവറായി എന്ന് വെച്ചാലും ഫണ്ടമെൻ്റൽസ് ആർ അവിടെ പ്രശ്നം വന്നിട്ടുണ്ട് എന്നൊരു കാര്യമുണ്ട്. അപ്പോൾ ഈ കുട്ടി എൻജിനീയറിങ്ങിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷന് എന്ത് ട്രബിൾ ഫേസ് ചെയ്തു എന്നുള്ളൊരു കാര്യത്തിൽ ആപ്റ്റിറ്റ്യൂഡിൽ ഒരു പാർട്ട് എൻജിനീയറിങ്ങിന് വേണ്ട ഒരു പാർട്ട് നെഗറ്റീവാണ് അവിടെ മെക്കാനിക്കൽ റീസണിങ്. ബട്ട് സ്റ്റിൽ ഈ കുട്ടിയുടെ പ്രശ്നം വന്നിരിക്കുന്നത് നോളജിലാണ്. നോളജിൽ ഓരോ ക്ലാസ് കൂടുന്തോറും വളരെ വൈറ്റലായി വേണ്ട മാത്തമാറ്റിക്സും സയൻസും ഡിക്ലൈനിങ്ങിലാണ്. അത് ക്യുമുലേറ്റീവ് ആയിട്ട് ഒരു പെർഫോമൻസിന് പ്രശ്നമായി വന്നിട്ടുണ്ട്. അപ്പം നടക്കുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബേസിലെ പ്രശ്നം മാറാതെ നമ്മൾ ക്യുമുലേറ്റീവായിട്ട് എൻട്രൻസ് കോച്ചിങ്ങോ വീണ്ടും സൈമിൾട്ടേനിയസ് ആയിട്ടോ ട്യൂഷൻ എടുക്കുന്നതിലോ അർത്ഥമില്ല. കാരണം ബേസ് മനസ്സിലാകാത്ത ഒരാൾക്ക് വീണ്ടും വാല്യൂ അഡീഷൻ കൊടുത്ത് വീണ്ടും പഠിപ്പിക്കുന്നത് വീണ്ടും അവർക്ക് എറർ ഉണ്ടാക്കാനുള്ള പ്രോബിലിറ്റി കൂട്ടുകയേ ഉള്ളൂ എന്നൊരു കാര്യമുണ്ട്. അപ്പം നമുക്ക് ഇതിൽ നിന്ന് വ്യക്തമാക്കാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ കുട്ടി എൻജിനീയറിങ്ങിന് ചൂസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ ക്ലാസ്സുകളിലെ പെർഫോമൻസ് എന്തായിരുന്നു എന്നൊരു ധാരണ കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ഇത് കുറച്ചുകൂടെ സോൾവബിൾ ആയിരുന്നു. ആൾട്ടർനേറ്റീവായിട്ട് എന്ത് പറ്റും എന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്.